ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് ചെയ്തു ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെയുള്ള ഈ ദൈവവചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയ അനുഭവമായി, അത്ഭുതമായി മാറും. കാനാവിലെ കല്യാണത്തിന് യേശുവിൻ്റെ അമ്മയായ മറിയയെയും തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചതായി നാം കാണുന്നു. വിളിക്കപ്പെട്ട ജനം കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ ചില ശൂന്യതകളാണ് കാണുവാൻ കഴിയുന്നത്. വീഞ്ഞ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. യേശുവോ തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന കൽപ്പാത്രങ്ങളെ വെള്ളം കോരി നിറച്ച് അതിനെ വീഞ്ഞാക്കി മാറ്റി വിരുന്നുവാഴികൾക്ക് കൊടുത്തതായി കാണുന്നു. പ്രിയമുള്ളവരെ, വളരെ ആ ഭവനക്കാർ അപമാനിക്കപ്പെടുവാനും ഭാരപ്പെടുവാനുമുള്ളതായ ഒരു വിഷയമായിരുന്നു അവിടെ നടന്ന സംഭവം. വീഞ്ഞ് യഹൂദന്മാരുടെ വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. തീർന്നു പോകുക എന്ന് പറയുന്നത് ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഒരപമാനമാണ്, ഒരു നിന്ദയാണ്. എന്നാൽ യേശുവിനെ ആ ഭവനത്തിൽ കൈക്കൊണ്ടതും വിളിച്ചതും ആ ഭവനത്തിൽ ഒരത്ഭുതത്തിനും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനും കാരണമായി തീർന്നു. നാമാകുന്ന മന്ദിരത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിരാശ, നമ്മുടെ വേദന, അത് മാറുകയും നമ്മുടെ ജീവിതത്തിൽ കൂടെ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഇടയായി തീരുകയും ചെയ്യും. നിങ്ങൾ നിരാശപ്പെട്ട് കഴിയുന്ന ഒരു അനുഭവമാണോ രാവിലെ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? യേശുവിനെ അടുക്കലേക്കൊന്ന് വിളിച്ചാൽ നിശ്ചയമായി യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വരികയും നിങ്ങളുടെ നൈരാശ്യം മാറുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, കരുണ തോന്നണമെന്നുള്ളവരോട് കരുണ തോന്നുകയും മനസ്സലിയണമെന്നുള്ളവരോട് മനസ്സലിയുകയും ചെയ്യുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് കർത്താവായ യേശു ക്രിസ്തു നിരാശകളെ മാറ്റിയിട്ട് മടങ്ങിപ്പോകുന്നവനല്ല. നാം ആകുന്ന മന്ദിരത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടോ, നിങ്ങൾ രോഗത്താൽ ബാധിതരാണോ, രോഗത്തെ സൗഖ്യമാക്കി സമാധാനം വരുത്തുന്ന ദൈവമാണ്. ഭൗമിക നിലവാരത്തിൽ നിങ്ങൾ ഭാരമനുഭവിക്കുന്നുവോ, അവിടെയും ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും, വിടുതൽ തരും. ഇന്ന് രാവിലെ സമയം വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ടാൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറും. അല്ല, ഞാൻ യേശുവിൻ്റെ പൈതലാണ് എന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കരുതുന്നുവെങ്കിൽ നിശ്ചയമായും ഈ യേശു കർത്താവിൽ ആശ്രയിക്കുക. ഇന്ന് നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനോവ്യസനം, വ്യഥ എന്തായിരുന്നാലും യേശുവിലേക്ക് കൊടുക്കുക. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത അത്ഭുത മന്ത്രി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഒരത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാ. അവൻ സർവശക്തിയുള്ള ദൈവമായിരിക്കയാൽ അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ആമേൻ.